Hi all, welcome to the class. Today we are going to discuss a small topic in the subject mechatronics. Today's topics are PLC programming. Okay, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ PLC പ്രോഗ്രാം ലോജിക് കൺട്രോളേഴ്സ് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ PLC പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പല മെത്തേഡ്സിൽ നമുക്ക് PLC പ്രോഗ്രാം ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ലാഡർ പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ ഫങ്ഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിംഗ്. അതെങ്ങനെയാണെന്ന് അറിയാൻ ആദ്യം നമുക്ക് ലാഡർ ഡയഗ്രാംസ് എന്നുള്ളത് എന്താണെന്ന് അറിയണം. നമ്മളിപ്പോൾ ചിത്രത്തിൽ ഒരു സർക്യൂട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഇൻപുട്ട് കൊടുക്കുന്ന DC സപ്ലൈ, അതിൻ്റെ കൂടെ ഒരു സ്വിച്ച്, ഒരു മോട്ടർ. സെയിം ഫിഗർ നമ്മൾ ഒരു ലാഡർ ഡയഗ്രത്തിൽ വരക്കുകയാണെങ്കിൽ അതിൻ്റെ ഏകദേശ ചിത്രം ഇങ്ങനെയാണ് വരിക. അതിനകത്ത് L1 L2 എന്ന് പറഞ്ഞിട്ട് രണ്ട് വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്, നടുക്കൊരു സ്വിച്ച് ഉണ്ട്, ഇവിടെ ഒരു മോട്ടർ ഉണ്ട്. ഇതിന് നമ്മൾ PLC ലാഡർ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടില്ല. നമ്മളിപ്പം ഡയറക്റ്റ് ഇതിനെ അതേപോലെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് L1 L2 എന്നുള്ളത് പവർ ലൈൻസാണ്. അത് രണ്ടും ഇവിടെ വെർട്ടിക്കൽ ലൈൻസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പവർ റെയിൽസ് എന്ന് പറയും. PLC സർക്യൂട്ടിൽ രണ്ട് വെർട്ടിക്കൽ ലൈൻസാണ് ഉണ്ടാവുക, അത് രണ്ടും പവർ റെയിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇത് നേരെ ഹൊറിസോണ്ടലായിട്ട് ഇപ്പോൾ ഒരു കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സ്വിച്ചും വരുന്നുണ്ട്, അതുപോലെ തന്നെ മോട്ടർ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഹൊറിസോണ്ടൽ ലൈനായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതിന് റങ് എന്നാണ് പറയുന്നത്. PLCയിൽ വെർട്ടിക്കൽ ലൈൻസിന് പവർ റെയിൽസ് എന്നും അതേപോലെ ഹൊറിസോണ്ടൽ ലൈൻസിന് റങ്സ് എന്നുമാണ് ലാഡർ ഡയഗ്രത്തിൽ, PLCയിലല്ല ലാഡർ ഡയഗ്രത്തിൽ പറയുന്നത്. അപ്പോൾ ലാഡർ ഡയഗ്രത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ നല്ല രീതിയിൽ വായിക്കുക. ഞാൻ അതിൻ്റെ ചിത്രം വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഒരു ലാഡർ ഡയഗ്രാം വരക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് രണ്ട് പവർ റെയിൽസാണ് ഉണ്ടാവുക. ഒന്ന് ലെഫ്റ്റ് പവർ റെയിലും മറ്റേത് റൈറ്റ് പവർ റെയിലും. പിന്നെ ഒരു PLC പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അഥവാ ലാഡർ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെഷറിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം കുറേ റങ്സ് ഉണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് ആൻഡ് ഫോർത്ത് റാങ്ക് ആർ ഗിവൺ. ഇത്രയും റങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എൻഡ് റങ്ങും കൂടി എന്തായാലും കൊടുക്കണം. കാരണം പ്രോഗ്രാം കഴിഞ്ഞു എന്നുള്ളത് PLCക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ലാഡർ ഡയഗ്രത്തിൽ എൻഡ് എന്നുള്ളൊരു കമൻറ്റും കൂടി കൊടുക്കണം. പ്രോഗ്രാം റീഡ് ചെയ്യുക. ആദ്യം ലെഫ്റ്റ് പവർ റെയിലിൽ സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ റങ് ഫുൾ റീഡ് ചെയ്തതിന് ശേഷം തിരിച്ച് ഫസ്റ്റ് ലെഫ്റ്റ് പവർ റെയിലിലേക്ക് തന്നെയാണ് വരിക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റങ് ഫുള്ള് റീഡ് ചെയ്തിട്ട് വീണ്ടും ലെഫ്റ്റ് പവർ റെയിൽ വരും. മൂന്നാമത്തെ ഫുള്ള് റീഡ് ചെയ്യും, തിരിച്ച് സ്റ്റാർട്ട് ചെയ്യും, നാലാമത്തെ ഫുൾ റീഡ് ചെയ്യും. ഈ ഒരു ഫോർമാറ്റിൽ മാത്രമേ PLC പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ലാഡർ പ്രോഗ്രാമിംഗ് PLC റീഡ് ചെയ്യുള്ളൂ. അത് നിങ്ങളെ മനസ്സിലുണ്ടാവണം. രണ്ട് വെർട്ടിക്കൽ ലൈൻസ്, കുറേ ഹൊറിസോണ്ടൽ ലൈൻസ്. ഏറ്റവും ടോപ്പിലെ ഹൊറിസോണ്ടൽ ലൈൻ റീഡ് ചെയ്തിട്ടാകുമ്പോൾ സെക്കൻഡ് ഹൊറിസോണ്ടൽ ലൈൻ റീഡ് ചെയ്യുന്നു, പിന്നെ തേർഡ് റീഡ് ചെയ്യുന്നു, ഫോർത്ത് റീഡ് ചെയ്യുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ ഒരു ലാഡർ പ്രോഗ്രാം ഉപയോഗിക്കുന്ന PLC വർക്ക് ചെയ്യുള്ളൂ. ഇനി നമ്മൾ നോർമലി യൂസിങ് സിമ്പിൾസ് ഇൻ എ ലാഡർ പ്രോഗ്രാമിംഗിൽ ഉപയോഗിക്കുന്ന കോമൺലി യൂസ് സിമ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ, ഹൊറിസോണ്ടൽ ലിങ്ക് അലോങ് വിത്ത് പവർ ക്യാൻ ഫ്ലോ. അത് റങ് എന്ന് പറയുന്ന സാധനം തന്നെയാണിത്. ഹൊറിസോണ്ടൽ ലൈൻസ് ആയിട്ട് കാണിക്കുന്ന ഇത് നോർമലി പവർ റെയിൽസും കൂടി ആയിരിക്കും. പവർ റെയിൽസ് അല്ല, പവർ റെയിൽസിൽ നിന്ന് പവർ റങ്ങിലേക്ക് എത്തിക്കുന്ന ഫ്ലോ ഡയഗ്രാമാണ്. 4 സിമ്പിൾസ് ആണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇൻ്റർ കണക്ഷൻ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പവർ ഫ്ലോസ്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, അതുപോലെ വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. അത് തമ്മിലുള്ള ഇൻ്റർസെക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും അതിനെ പോലുള്ള ജംഗ്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിമ്പിൾസ് നമ്മൾ വരുന്ന സമയത്ത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് പവർ കണക്ഷൻ ഓഫ് ദ ലാഡർ റങ്. ഇത് വെർട്ടിക്കൽ ലെഫ്റ്റ് സൈഡിലുള്ള പവർ റെയിലും ഒരു റങ്ങും തമ്മിലുള്ള ജോയിൻ്റാണ് കാണിക്കുന്നത്. അതുപോലെ ഇത് ഒരു റങ്ങും റൈറ്റ് സൈഡിലുള്ള പവർ റെയിലും തമ്മിലുള്ള കണക്ഷനാണ് കാണിക്കുന്നത്. പിന്നെ നോർമലി ഓപ്പൺ കോണ്ടാക്ട് സ്വിച്ചസ് എല്ലാം തന്നെ നമ്മൾ അല്ലെങ്കിൽ ഇൻപുട്ട് എല്ലാം തന്നെ നമ്മൾ കാണിക്കുക രണ്ട് വെർട്ടിക്കൽ ലൈൻസ്. ഇങ്ങനെയുള്ളൊരു കപ്പാസിറ്ററിൻ്റെ പോലുള്ള ഷേപ്പിൽ വെച്ചിട്ടാണ് ഓപ്പൺ കോണ്ടാക്ട് സ്വിച്ചസ് നമ്മൾ കാണിക്കുക. അതേപോലെ അതിൻ്റെ നടുക്കൊരു ലൈൻ ക്രോസ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്ലോസ്ഡ് കോണ്ടാക്ട് സ്വിച്ചസ് എന്ന് പറയാം. ഔട്ട്പുട്ട്, ഇപ്പോൾ മോട്ടറൊക്കെ നമ്മൾ ഔട്ട്പുട്ടാന്ന് പറഞ്ഞ് കാണിച്ചു. ആ മോട്ടറെല്ലാം തന്നെ നമ്മൾ കാണിക്കുക ഒരു രണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്, ലാസ്റ്റ് കോണ്ടാക്റ്റാണ്. ഔട്ട്പുട്ട് ഇങ്ങനെയും ആദ്യത്തെ
ഇത് കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻപുട്ടും അവസാനത്തേത് ഔട്ട്പുട്ടും ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ലാഡർ ഡയഗ്രത്തിൽ ഉപയോഗിക്കുന്ന സിംബൽസ്. ഇനി നമുക്ക് കുറച്ച് ലോജിക് ഫങ്ഷൻസ് ഉപയോഗിക്കാം. ഇതൊക്കെ തന്നെ നിങ്ങൾ ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിലും ബേസിക് ഇലക്ട്രിക്കലിലൊക്കെ പഠിച്ചിട്ടുള്ള ലോജിക് ഫങ്ഷൻസാണ്. ആദ്യമായിട്ട് പറയാനുള്ളത് ആൻഡ് ഫങ്ഷനാണ്. ആൻഡ് ഫങ്ഷൻ പറയുകയാണെങ്കിൽ അതിൻ്റെ നോർമൽ കോണ്ടാക്റ്റ് എ സ്വിച്ചും ബി സ്വിച്ചും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ലോഡിലേക്ക് കൊടുത്തിരിക്കുന്ന ഔട്ട്പുട്ട് ഇതാണ് കാണിക്കുന്ന സിസ്റ്റമാണ് ആൻഡ്. എ ആൻഡ് ബി എന്ന് കൊടുക്കുന്നത് ഇതാണ്. നോർമലി ഇതിനുപയോഗിക്കുന്ന സിമ്പിളാണ് ഇത് ആൻഡ് സർക്യൂട്ടിൻ്റെ. അതേപോലെ നമുക്ക് ഫങ്ഷണൽ ബ്ലോക്ക് വരുന്ന സമയത്ത് ആൻഡ് സർക്യൂട്ട് ഇങ്ങനെ കാണിക്കാം. അതിൻ്റെ നടുക്ക് അഥവാ സിസ്റ്റത്തിൻ്റെ നടുക്ക് ആൻഡ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൻഡ് സർക്യൂട്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഇവിടെ ഒരു സർക്യൂട്ടും ട്രൂത്ത് ടേബിളും തന്നിട്ടുണ്ട്. ആദ്യം ഇപ്പം എ എന്നുള്ളത് ഓപ്പണാക്കി വെക്കുവാണ്, ബിയും ഓപ്പണാക്കി വെക്കുവാണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 0 0 0 വരും. ഇനിയിപ്പോൾ എ ഞാൻ ക്ലോസ് ചെയ്തു, ബി ഓപ്പണാക്കി വെച്ചാൽ ഇവിടുന്ന് മുതൽ പവർ അപ്ലൈഡ് വോൾട്ടേജിലേക്ക് കൂടി വന്ന് എ കടന്ന് ബി വരെ വരും. ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അതാണ് 0 1 0. തിരിച്ചിട്ടും ചെയ്യാം, ബി ക്ലോസ് ചെയ്യാം, എ ഓപ്പൺ ആക്കിയിടാം, എന്നാലും ഇവിടെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. പക്ഷേ എയും ബിയും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഔട്ട്പുട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇൻപുട്ട് സ്വിച്ചസ് ലാഡർ ഡയഗ്രത്തിൽ ഈ സിമ്പിൾസ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഇത് ഇൻപുട്ട് എ, ഇത് ഇൻപുട്ട് ബി, ഇത് ഔട്ട്പുട്ട്. ഈ 3 സാധനങ്ങൾ ലാഡർ ഡയഗ്രത്തിൽ ഇങ്ങനെ കാണിക്കുക. 2 പവർ റെയിൽസിൻ്റെ ഇടയിലായിട്ടാണ് കാണിക്കുക. ഇപ്പോൾ എയിൽ സിഗ്നലൊന്നും കൊടുത്തില്ല, ബിയും സിഗ്നലൊന്നും കൊടുത്തില്ലെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അത് ഇവിടെ നമുക്ക് ഒരു ഡയഗ്രായിട്ടും കാണാൻ പറ്റും. ഇപ്പം ആദ്യത്തെ സ്റ്റേജ് നോക്കുക. ഇവിടെ എ എന്ന് പറയുന്ന സിമ്പിളില്ല, ഒരു സിഗ്നലും ഇല്ല, ബി എന്ന് പറയുന്ന സിഗ്നലും ഇല്ല, സിയും അതുകൊണ്ട് അത് ഔട്ട്പുട്ടും അതുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യില്ല. രണ്ടാമത്തെ കേസിൽ എ എന്ന് പറയുന്നത് ഇല്ല, ബി എന്ന് പറയുന്നത് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ലാഡർ ഡയഗ്രത്തിൽ വരയ്ക്കാനുള്ള റിപ്ലത്തിന് A1 B0 എന്ന് എടുക്കുവാണ്. എയിൽ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, ബിയിൽ സിഗ്നൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ സിയിൽ അഥവാ ഔട്ട്പുട്ടിലും സിഗ്നൽ ഉണ്ടാവില്ല. മനസ്സിലാവുമെന്ന് തോന്നുന്നു. എ എന്ന് പറയുന്നതൊക്കെ സിഗ്നൽ ഉണ്ട്, ബി എന്ന് പറയുന്നതൊക്കെ സിഗ്നൽ ഇല്ല, അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്നതൊക്കെ സിഗ്നൽ ഇല്ല. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നിടക്ക് സിഗ്നൽ ഉണ്ട്, ബി എന്ന് പറയുന്നിടയ്ക്ക് സിഗ്നൽ ഉണ്ട്, സി എന്ന് പറയുന്നിടക്ക് ഓട്ടോമാറ്റിക്കലി സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യും. ഇനി അടുത്തതിൻ്റെ അകത്താണെങ്കിൽ എയിൽ സിഗ്നൽ ഇല്ല, ബിയിൽ സിഗ്നൽ ഉണ്ട്, സിയിൽ സിഗ്നൽ ഉണ്ടാവില്ല. അതാണ് ഈ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ മിക്കവാറും നല്ലൊരു മാർക്ക് മേടിക്കാം. കഴിഞ്ഞ തവണയൊക്കെ ഈ ഡയഗ്രത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഗേറ്റ് അല്ലെങ്കിലും എല്ലാ ഗേറ്റിലും ഈ ഡയഗ്രാംസ് എങ്ങനെ വരക്കുന്നതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഡയഗ്രാംസ് വരക്കുന്നത് എങ്ങനെയാണെന്ന് ശരിക്കും പഠിക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ഓർ ഗേറ്റ് ആണെങ്കിൽ 2 സ്വിച്ചിൽ ഏത് ഓപ്പറേറ്റ് ചെയ്താലും ഔട്ട്പുട്ട് കിട്ടുന്ന സ്വിച്ചിനാണ് ഓർ ഗേറ്റ് എന്ന് പറയുക. ഓർ ഗേറ്റിൻ്റെ ചിഹ്നം ഇങ്ങനെ വരിക, അതിൻ്റെ ഫങ്ഷണൽ ബ്ലോക്ക് ഇങ്ങനെ വരിക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളൊരു നമ്പറാണ് നടുക്ക് കൊടുക്കുക. ആൻഡ് ഗേറ്റ് ആയിരുന്നെങ്കിൽ ആൻഡ് ആയിരുന്നു കൊടുത്തിരുന്നത്, ഓർ ഗേറ്റിൽ ഇങ്ങനെയാണ് കൊടുക്കുക. അതിൻ്റെ ലാഡർ ഡയഗ്രാം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻപുട്ട് എ ഓർ ഇൻപുട്ട് ബി, ഔട്ട്പുട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ എയും ബിയും 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും ഓപ്പൺ ആയിരിക്കും, ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ എ 0 കൊടുത്ത് ബി 1 കൊടുത്താൽ, ബി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സിഗ്നൽ ഇതിലേക്ക് കൂടി പാസ് ചെയ്ത് മുകളിലേക്ക് കൂടി വന്ന് ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ എ 0 ബി 1 ആണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും. ഇനി തിരിച്ചിട്ട് എ ക്ലോസ് ചെയ്ത് ബി ഓപ്പൺ ചെയ്താൽ നേരെ ഡയറക്റ്റ് ഔട്ട്പുട്ടിലേക്ക് സിഗ്നൽ കിട്ടും. അതാണ് 1 0 1 വരിക. ഇനി ഇൻ കേസ് രണ്ടും ക്ലോസ്ഡ് ആണെങ്കിൽ രണ്ടിലേക്ക് കൂടി ഫ്ലോ ഉണ്ടാവും, ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതാണ് 1 1 ആൻഡ് 1. ഇതാണ് ഓർ ഗേറ്റിൻ്റെ ഫങ്ഷനിങ്. പിന്നെ ഇതിൻ്റെ ഡയഗ്രാം നോക്കുക. എ എന്ന് പറയുന്ന 0യും ബി എന്ന് പറയുന്ന 0യും ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. അതുപോലെ വേറൊന്നാണ്, എ എന്ന് പറയുന്നത് 1, ബി എന്ന് പറയുന്നത് 0 കൊടുത്താൽ ഔട്ട്പുട്ട് ഉണ്ടാവും, എയും ബിയും കൊടുത്താലും ഔട്ട്പുട്ട് ഉണ്ടാവും, എ 0 ബി കൊടുത്താലും ഔട്ട്പുട്ട് ഉണ്ടാവും. അതാണ് താഴത്തെ ചിത്രം നമ്മളോട് പറയുന്നത്. പിന്നത്തെ ഒരു ഗേറ്റാണ് നോട്ട് ഗേറ്റ്. ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടില്ല, ഇൻപുട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും. അതാണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എപ്പോഴും ക്ലോസ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ എ എന്ന് പറയുന്നത് ഒരു നോട്ട് ഗേറ്റ് ആണ്. ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ ഫ്ലോ 0 ഒരു അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലേക്കൂടി കണക്ഷൻ ഉണ്ടാവും. പക്ഷേങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കണക്ഷൻ കട്ടാവും. അതാണ് ഒരു നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ ഇതാണ്. ഇൻപുട്ട് ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവും, ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല, ഇൻപുട്ട് ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവും.
അതിൻ്റെ സിമ്പിൾസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫങ്ഷണൽ ബ്ലോക്ക് ഇങ്ങനെ ഉണ്ടാവുക. ആൻഡ് ഗേറ്റിന് ആൻഡും, ഓർ ഗേറ്റിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഉണ്ടായിരുന്നത്, നോട്ട് ഗേറ്റിന് 1 ആണ് ഉണ്ടാവുക. അടുത്തതാണ് നാൻ ഗേറ്റ്. നാൻ ഗേറ്റ് ആണ് ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആൻഡിൻ്റെ കൂടെ ഒരു നോട്ട് ഗേറ്റ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് നാൻ ഗേറ്റ്. പക്ഷേ നമ്മൾ അതിൽ കൂടുതൽ ചെയ്യാറ് ഇങ്ങനെയാണ്. 2 നോട്ട് ഗേറ്റും ഒരു ഓർ ഗേറ്റും നമ്മൾ ആഡ് ചെയ്യാറാണ്. അഥവാ ഓർ ഗേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് 2 നോട്ട്, എ ആയാലും ബി ആയാലും നോട്ടിലേക്ക് കൂടി കടന്നു പോകണം. അതിൻ്റെ ഒരു സിമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓർ ഗേറ്റിൻ്റെ 2 സൈഡിലും നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്നതായിരിക്കും നാൻഡ് ഗേറ്റ്. അഥവാ അതിന് ട്രൂത്ത് ടേബിളും ബ്ലോക്ക് ഡയഗ്രംസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗേറ്റും നാൻഡ് ഗേറ്റും തമ്മിലുള്ള ബ്ലോക്ക് ഡയഗ്രത്തിലെ വ്യത്യാസം, ആൻഡിൻ്റെ കൂടെ ഇപ്പുറത്തൊരു ചെറിയൊരു 0 ചേർത്ത് കഴിഞ്ഞാൽ, അഥവാ ഇവിടെ ഒരു ചെറിയൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, 0 കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് നാൻഡ് ഗേറ്റായി. ട്രൂത്ത് ടേബിൾ നോക്കുക, എയും ബിയും ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ക്ലോസ് ആണ്. അപ്പോൾ എയും ബിയും ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിലും ഔട്ട്പുട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ എ ഓപ്പൺ ആക്കുന്നില്ല, ബി ഓപ്പൺ ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി എയിലേക്ക് കൂടി കണക്ഷനിലേക്ക് കൂടി ഫ്ലോ പോകും. ഇപ്പോൾ തിരിച്ചിട്ട് ബി ഓപ്പൺ ആക്കുന്നില്ല, എ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി താഴത്തേക്ക് കൂടി കണക്ഷൻ പോയി ഔട്ട്പുട്ട് കിട്ടും. രണ്ടും ഓപ്പൺ ആക്കിയാൽ മാത്രം, A1 B1 കൊടുത്താൽ മാത്രം ഔട്ട്പുട്ട് 0 ആയി പോകും. അതിൻ്റെ ഡയഗ്രാംസ് നോക്കാം. എയും ബിയും 0 ആകുമ്പോൾ ഔട്ട്പുട്ട് ഉണ്ട്. എ വർക്ക് ചെയ്യുന്നു, ബി ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ട്. എയും ബിയും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. എ ഓപ്പൺ അല്ല, ബി വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ട്. ഇതാണ് ഒരു നാൻ ഗേറ്റിൻ്റെ ഫങ്ഷനിങ്. ഇനി നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റിൻ്റെ കൂടെ നോട്ട് ഗേറ്റ് ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അതിലും നല്ലത് 2 നോട്ട് ഗേറ്റ് ആൻഡിനോട് ആഡ് ചെയ്താൽ കിട്ടുന്നത് നോർ ഗേറ്റ് തന്നെയായിരിക്കും. അങ്ങനെയാണ് നോർമലി നമ്മൾ നോർ ഗേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഗേറ്റിൻ്റെ കൂടെ നോട്ട് ഗേറ്റ് രണ്ടിലും ആഡ് ചെയ്താൽ കിട്ടുന്നത് നോർ ഗേറ്റ് ആയിരിക്കും. അതിൻ്റെ ട്രൂത്ത് ടേബിളും സിമ്പിൾസും അതുപോലെ തന്നെ ഫങ്ഷണൽ ബ്ലോക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിപ്പോൾ ഔട്ട്പുട്ട് 2 സ്ഥലത്തും ഇല്ലെങ്കിൽ, എയും ബിയും ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് എക്സിസ്റ്റ് ചെയ്യും. എയിലോ ബിയിലോ ഏതെങ്കിലും ഒന്നിൽ ഔട്ട്പുട്ട് കൊടുത്താൽ, ഇപ്പോൾ എയിൽ ഔട്ട്പുട്ട് കൊടുത്തു, ഇൻപുട്ട് കൊടുത്തു, ബിയിൽ കൊടുത്തില്ല എങ്കിലും ഔട്ട്പുട്ടിൽ സിഗ്നൽ ഉണ്ടാവില്ല. എയിലും ബിയിലും ഇൻപുട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ട് ഉണ്ടാവില്ല. എയിലും കൊടുക്കുന്നില്ല, ബിയിൽ ഇൻപുട്ട് കൊടുത്തു, അങ്ങനെയാണെങ്കിലും ഔട്ട്പുട്ട് ഉണ്ടാവില്ല. രണ്ടിലും ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് നോർ ഗേറ്റിൻ്റെ ഫങ്ഷനിങ്. വേറൊരു ഗേറ്റാണ് എക്സ്ക്ലൂസീവ് ഗേറ്റ് ഓർ എക്സോർ ഗേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രം ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷണൽ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നോട്ട് ആൻഡും അതേപോലെ തന്നെ ഒരു ആൻഡും ഒരേപോലെ വേണം. ഒരു നോട്ട് പ്ലസ് ആൻഡും ഒരു ആൻഡും കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ബീൻ്റെ അകത്തും ഒരു ആൻഡും ഒരു നോട്ട് പ്ലസ് ആൻഡും ആഡ് ചെയ്യണം. എന്നിട്ട് അത് രണ്ടും കൂടി ഓർ സർക്യൂട്ടായിട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്ന സർക്യൂട്ടിന് പറയുന്ന പേരാണ് എക്സോർ ഗേറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസിന് മാത്രം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് എ ഇൻപുട്ട് ബി രണ്ടിലും കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് എ ഇൻപുട്ട് ബി. നോട്ട് ഗേറ്റ് രണ്ടിലും മാറി മാറിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾസും വെച്ചിട്ടുണ്ട്. ഇപ്പം എയും ബിയും കണക്ഷൻ കൊടുക്കുന്നില്ല, ഔട്ട്പുട്ട് ഉണ്ടാവില്ല. എയോ ബി ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ ഔട്ട്പുട്ട് ഉണ്ടാവും. അതേസമയം രണ്ടിലും ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ. നമുക്കിപ്പോൾ അതിൻ്റെ ചിത്രം വെച്ച് നോക്കാം. എയും ബിയും ഇല്ല, ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ട് ഇല്ല. എ ഉണ്ട്, ബി ഇല്ല, ഔട്ട്പുട്ട് ഉണ്ട്. എയും ബിയും ഉണ്ട്, ഔട്ട്പുട്ട് ഇല്ല. എ ഇല്ല, ബി ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഉണ്ട്. ഇതാണ് ഒരു എക്സോർ ഗേറ്റിൻ്റെ ഫങ്ഷനിങ്. താങ്ക് യു.